മനുഷ്യരായിട്ടുള്ള ആളുകൾ പട്ടികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് പല ആൾക്കാരും ചിന്തിക്കുക. പക്ഷെ ആക്ച്വലി ഇതിന്റെ ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരായി തോന്നുന്നു അതായിട്ട് നമ്മളങ്ങ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അങ്ങനെ അംഗീകരിച്ചിരിക്കണം എന്നൊരു തിട്ടൂരിറക്കാണ് ചെയ്യുക. അതായത് ഞാനിവിടെ നിന്നിട്ട് പറയാണ് ഞാനൊരു പെണ്ണാണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പെണ്ണായി അംഗീകരിച്ചിരിക്കണം. ഇതാണ് LGBTQ പൊളിറ്റിക്സ് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ഇതിന്റെ പ്രശ്നം എന്താണ്? ബേസിക്കലി ഇതിന്റെ പ്രശ്നം എന്താണ്? ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള കോളേജിന്റെ അല്ലെങ്കിൽ സ്കൂളിന്റെ സ്ത്രീകൾക്ക് മാത്രം ലേഡീസിന് മാത്രം കയറാൻ പറ്റുന്ന ബാത്റൂമിലേക്ക് കയറി ചെന്ന് എന്താ സംഭവിക്കുക? ആണായിട്ടുള്ള ഞാൻ പെണ്ണാണ് പ്രഖ്യാപിച്ചിട്ട് ആ ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതാണ് യൂറോപ്പിൽ നടന്നിട്ടുള്ളത്. അങ്ങനെ സ്ത്രീകളുടെ ബാത്റൂമുകളിലേക്ക് കയറി അവരുടെ പ്രൈവറ്റ് സ്പേസുകളിലേക്ക് കയറി അവിടെ പീഡനങ്ങൾ നടക്കുകയാണ്. അതേപോലെ തന്നെ ജയിലുകളിലേക്ക് സ്വയം പെണ്ണായി ഐഡന്റിഫൈ ചെയ്ത് സ്ത്രീകളുടെ ജയിലിലേക്ക് പോകുന്നു, അവിടെ പീഡിപ്പിക്കുന്നു, ഗർഭം ധരിപ്പിക്കുന്നു. മാത്രമല്ല സ്ത്രീകളുടെ എല്ലാ സ്പേസിലേക്കും. ഇപ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അമേരിക്കയിൽ ഒരു സ്വിമ്മിംഗ് മത്സരം നടക്കുകയാണ്. ആ സ്വിമ്മിംഗ് മത്സരത്തിൽ ഒരാൾ പങ്കെടുക്കുകയാണ്. അയാൾ ഒരു പുരുഷനാണ്. പുരുഷന്മാരുടെ സ്വിമ്മിംഗ് മത്സരത്തിലാണ് സ്വാഭാവികമായിട്ട് അയാൾ പങ്കെടുക്കുക. അപ്പോൾ അയാൾ പങ്കെടുക്കുന്ന സമയത്ത് അയാൾക്ക് കിട്ടിയ റാങ്ക് 361 റാങ്ക്. 361 റാങ്ക് സ്വിമ്മിംഗ് മത്സരത്തിൽ അയാൾക്ക് കിട്ടാൻ. അപ്പൊ എന്താണ്? അടുത്ത വർഷത്തെ സ്വിമ്മിംഗ് മത്സരത്തിന് മുമ്പ് അയാൾ ട്രിക്ക് എടുക്കാൻ. എന്താ ട്രിക്ക്? ഞാനൊരു പെണ്ണാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാണ്. എന്നിട്ട് മുടിയൊക്കെ നീട്ടി വളർത്തി ഞാനൊരു പെണ്ണാണെന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളുടെ കൂടെ സ്ത്രീകളുടെ കൂടെ മത്സരിക്കാൻ. സ്വാഭാവികമായിട്ടും ഏതായിരിക്കും റാങ്ക്? 1ാമത്തെ റാങ്ക് കിട്ടാൻ. അപ്പൊ അവിടെ ആരാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്? സ്ത്രീകളുടെ ഇടങ്ങളാണ് ഇല്ലായ്മ ചെയ്യപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഈ അടുത്ത് ഏറ്റവും അവസാനം നടന്ന ഒളിമ്പിക്സിൽ പോലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടായി. ഗുസ്തിയിൽ ബോക്സിംഗിലായിരുന്നു ആ പ്രശ്നം ഉണ്ടായത്. ബോക്സിംഗിൽ പിന്നെ വിന്നറായി വന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പിന്നെ ജെൻഡറിനെ സംബന്ധിച്ചും സെക്സിനെ സംബന്ധിച്ചൊക്കെ പിന്നീട് പ്രശ്നങ്ങളുണ്ടായി. മാസങ്ങൾക്ക് പുറത്ത് കഴിഞ്ഞ മാസം ഇപ്പോൾ ഒളിമ്പിക്സിന്റെ കമ്മിറ്റി അത് പിന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തി അവർ മത്സരിക്കേണ്ട കാറ്റഗറിയിലല്ല മത്സരിച്ചത്, അവരൊരു ബയോളജിക്കലിയും ഫിസിക്കലിയും സ്ത്രീയല്ല എന്നത് സാക്ഷ്യപ്പെടുത്തി. ഞാൻ ആലോചിക്കുന്നത് പെരിന്തൽമണ്ണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പരിചയപ്പെടുത്താൻ മറ്റൊന്നും ആലോചിക്കണ്ട. രാത്രി 10 മണിക്ക് ശേഷം ഈ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സെക്സ് വർക്കേഴ്സ് ഉണ്ട് ഇവിടെ. പുരോഗമനത്തിന്റെ പേരിൽ LGBTQ എന്ന പേരിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന പേരിൽ ഇവിടെ അപഹരിക്കപ്പെടുന്നു, അതല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആ ആളുകളെ യഥാർത്ഥത്തിൽ പുരോഗമനത്തിന് കുപ്പായം അണിയുന്ന ആളുകൾ തള്ളിവിടുന്നത് ഇത്തരം വൃത്തികെട്ട പരിപാടികളിലേക്കാണ്. എന്നാൽ ഇവിടെ കൃത്യമായി നമ്മൾ പറഞ്ഞു വെക്കുന്നു, അവരും സമൂഹത്തിൽ കൃത്യമായ ഒരു ഇടം അർഹിക്കുന്നുണ്ട്. ആ ഇടം എന്നത് അവർ ചെയ്യുന്ന ആ പണിക്കുള്ള ഇടമല്ല, മറിച്ച് അവർ കൃത്യമായും പരിഗണന അർഹിക്കുന്നു. ആ പരിഗണന അവരുടെ ആ ഒരു വൈകൃതത്തെ അതല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനസിക പ്രശ്നത്തെ അതിനെ പരിഹരിക്കാനുള്ള പരിഗണനയാണ്.